ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് സ്മാർട്ട് ഫോണായ മോട്ടോ Z2 ഫോഴ്സ് അല്ലെങ്കിൽ മോട്ടോ Z2 ഫോഴ്സ് ആണ്. അപ്പോൾ മോട്ടോ Z2 ഫോഴ്സ് ഒരു പുതിയ സ്മാർട്ട് ഫോണാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ ഇറക്കിയത്. ഇത് ആക്ച്വലി അനൗൺസ് ചെയ്തത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് US മാർക്കറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 7 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. പക്ഷേ ഇതിൽ കുറേ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഒറിയോ വേർഷനിലേക്ക് അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ കുറേ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് ഇത് ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. അതല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഷാറ്റർ പ്രൂഫാണ്. അതായത് ഈ ഡിസ്പ്ലേ പൊട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അതൊരു 5 ലെയർ പ്രൊട്ടക്ഷനാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ പൊട്ടത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഷാറ്റർ പ്രൂഫ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മോട്ടോ Z2 ഫോഴ്സ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ മോട്ടോ Z2 പ്ലേ അല്ലെങ്കിൽ മോട്ടോ Z പ്ലേ എന്ന് പറഞ്ഞ ഫോണുകളെ പോലെ തന്നെ ഇതിലും മോട്ടോ മോഡ്സ് കോമ്പാറ്റബിൾ ആണ്. മോട്ടോ മോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മൾ പറയുകയുണ്ടായി, ഈ ചാനലിൽ ഓൾറെഡി പറയുകയുണ്ടായി, ബാറ്ററി പവർ പാക്ക്, സ്പീക്കർ, പ്രൊജക്ടർ, അങ്ങനത്തെ മോട്ടോ മോഡ്സ് അവൈലബിൾ ആണ്. അത് ഈ ഫോണിനോട്ട് ഘടിപ്പിച്ച് നമുക്ക് അഡീഷണൽ ഫംഗ്ഷനാലിറ്റി നേടാവുന്ന ഒരു ഓപ്ഷനാണ് മോട്ടോ മോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും മോട്ടോ മോഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാര്യമായ സ്പെസിഫിക്കേഷൻസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് വരുന്നത് പ്രൈസിങ് 34,999 ആണ്. അതായത് 35,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. ഇത് വരുന്നത് ഒരേ ഒരു വേരിയൻറ്റിലേ വരുന്നുള്ളൂ. 6GB റാമും 64GB സ്റ്റോറേജുമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോക്സ് പാക്കിൻ്റെ കൂടെ തന്നെ വേറൊരു മോഡ് ഫ്രീ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ മോഡിൻ്റെ പേരാണ് ടർബോ പവർ പാക്ക്. അതായത് ഇതിനകത്ത് 3500 കപ്പാസിറ്റി ബാറ്ററിയുള്ള ഒരു മോഡാണിത്. ഈ മോഡ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഈ ഫോൺ വാങ്ങുമ്പോൾ ഈ മോഡ് ഫ്രീ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ മോഡിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഹെലോ മോട്ടോ എന്ന് കാണാം. ഇത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഫോൺ കാണാം. അപ്പോൾ ഇതാണ് മോട്ടോ Z2 ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരു സ്ലിമ്മായ ഫോം ഫാക്ടറാണ്. നിങ്ങൾക്ക് കാണാം വളരെ സ്ലിമ്മായ ഒരു ഫോണാണ്. പിന്നെ കംപ്ലീറ്റ്ലി അലുമിനിയം മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ്. ഇതാണ് മോട്ടോ മോഡ് അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. മോട്ടോ മോഡ് അറ്റാച്ച് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ അത് കാണാം ക്യാമറയ്ക്ക് ഒരു സ്ലൈറ്റായ പ്രൊജക്ഷൻ ഉണ്ട്. അത് മോട്ടോ മോഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ കവറായി പോകുന്നതാണ്. ഇതൊരു ഡുവൽ 12 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഡുവൽ LED ഫ്ലാഷും മോട്ടോറോളയുടെ ലോഗോ ആണ് വരുന്നത്. പിന്നെ പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിലാണ്. താഴെ USB Type-C പോർട്ടാണ് വരുന്നത്. മേൽഭാഗത്താണെങ്കിൽ സിം ട്രേ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഫ്രണ്ട് ഫേസിങ് സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതിനകത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് കാണാം ഡിസ്പ്ലേയും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഡിസ്പ്ലേയും തമ്മിൽ കുറച്ചൊരു ഹൈറ്റ് വ്യത്യാസം കാണുന്നത് കാണാം. അപ്പോൾ ഇതിനകത്താണ് ഈ 5 ലെയേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേൻ്റെ 5 ലെയേഴ്സ് പൊട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കുഷനിങ് എഫക്റ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു റേസ്ഡ് ആയിട്ടിരിക്കുന്ന ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഡിസ്പ്ലേ ഒരിക്കലും പൊട്ടത്തില്ല. നിലത്ത് വീണാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കല്ലിൽ വീണാലോ അങ്ങനത്തെ എവിടെയെങ്കിലും റോട്ടിലോ ഇങ്ങനെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇത് ഷാറ്റർ പ്രൂഫാണ്. ഇത് പൊട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ. ഇത് ഷോക്ക് ഈ ഡിസ്പ്ലേ അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഷാറ്റർ പ്രൂഫ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിവൈസ്. നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിൽ വരുന്ന നോക്കാം. ഇതിനകത്ത് വരുന്നത് മോട്ടോ Z2 ഫോഴ്സിൻ്റെ ഒരു റീഡ്മി ഇൻഫർമേഷനും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ്. ഒരു സിം ഇജക്റ്റർ പിന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ടർബോ ചാർജിങ് ഉണ്ട്. മോട്ടോറോളേൻ്റെ തന്നെ ടർബോ ചാർജിങ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് കാണാം വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് 3 ആംപിയർ, 9 വോൾട്ട് 1.6 ആംപിയർ, 12 വോൾട്ട് 1.2 ആംപിയർ. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ പിന്നെ ഇത് വരുന്നത് USB Type-C കേബിളാണ്. പിന്നെ ഒരു ഇയർഫോണും ഇൻക്ലൂഡഡ് ആണ്. അഡീഷണൽ ബഡ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉള്ള ഒരു ഓപ്ഷനാണ്. ഈ ഫോൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ആക്സസറി വെച്ച് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാവുന്നതാണ്. ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് USB Type-C പോർട്ടിൽ അറ്റാച്ച് ചെയ്താൽ മതി. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ എൻഡ് നമുക്ക് ഒരു ഹെഡ്ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം. അതാണ് ഇതിൻ്റെ. ഇത് വളരെ സ്ലിമ്മും ലൈറ്റ് വെയ്റ്റുമാണ്. സ്ലിം ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റിയും കുറവ്. 2730 mAh ബാറ്ററി ഇതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ മോട്ടോ മോഡ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി 6000 mAh വരും ആ മോട്ടോ മോഡും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതായിരുന്നു ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് മോട്ടോ മോഡിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ ടർബോ പവർ പാക്ക് എന്ന് പറയുന്ന മോഡ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ബണ്ടിലാണ്, ഫ്രീ ആണ് വരുന്നത്. ഇതിനകത്ത് വേറെ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല.
അപ്പോൾ ഇതാണ് മോട്ടോ ടർബോ പവർ പാക്ക്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 3500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിൽ നിന്ന് ഫോണിലേക്കും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു LED ലൈറ്റ് കാണാൻ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള LED ലൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് അറ്റാച്ച് ചെയ്യാനുള്ള പോർട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. ഇതിനകത്ത് ചാർജിങ് തുടങ്ങി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ടർബോ പവർ പാക്ക്. നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് കപ്പാസിറ്റിയും കാണുകയും ചെയ്യാം, ചാർജിങ് ചെയ്യണതും കാണാം. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് USB Type-C പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ലൊരു ഇതുണ്ട്. നമ്മൾ മോഡിലെ ബാറ്ററി 100%, ഡിവൈസിലെ ബാറ്ററി 79% കാണിക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. രണ്ടിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫോണിനകത്തുള്ള വരുന്ന ഫീച്ചേഴ്സ് നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു 5 MP ക്യാമറയും ഡ്യുവൽ LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ റിയർ ക്യാമറയാണ് ഡ്യുവൽ ക്യാമറയാണ്, 12+12 MP ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കുറിച്ച് പറയാം. ഇത് വരുന്നത് ആൻഡ്രോയിഡ് ഒറിയോ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഒറിയോ ലേറ്റസ്റ്റ് വേർഷൻ. പിന്നെ മോട്ടോറോളേൻ്റെ എല്ലാ ഫോണിനെ പോലെ തന്നെ ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. കസ്റ്റമൈസേഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ പ്ലെയിൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒറിയോ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വേർഷനിലേക്കും അപ്ഗ്രേഡബിൾ ആണ്, ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് മോട്ടോ Z2 Forceൻ്റെ UI. നിങ്ങൾക്ക് കാണാം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ മോട്ടോൻ്റെ ആപ്പ് എല്ലാ മോട്ടോ ഫോൺസിലും പോലെ തന്നെ ഇതിനകത്ത് മോട്ടോ ആപ്പ് വരുന്നുണ്ട്. മോട്ടോ ആക്ഷൻസും മോട്ടോ ഡിസ്പ്ലേയും മോട്ടോ വോയിസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു ആപ്പാണ്. വളരെ യൂസ്ഫുള്ളായ ആപ്പാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നാവിഗേഷൻ ബട്ടൺസ് ഡിസേബിൾ ചെയ്തിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വഴി നാവിഗേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറേൻ്റെ UI ഒന്ന് നോക്കാം. ക്യാമറേൻ്റെ UI വളരെ സിമ്പിളായ UI ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് അത് കാരണം നല്ലൊരു ക്യാമറ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ക്യാമറ നമ്മൾ റിവ്യൂവിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ്. ഫോൺ അൺബോക്സ് ചെയ്തതിനു ശേഷം എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. 12 MP ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി എക്സ്പീരിയൻസും അത്യാവശ്യം നല്ല എബോ ആവറേജ് ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിശദമായ ക്യാമറയെ കുറിച്ച് നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിൻ്റെ മോട്ടോ മോഡ്സും ഷാറ്റർ പ്രൂഫ് ഡിസ്പ്ലേ ആണ്. മോട്ടോ മോഡ്സ് കൊണ്ട് ഇതിനകത്ത് ബാറ്ററി അഡീഷണൽ ഇതിനകത്ത് വരുന്നത് 2250 mAh ബാറ്ററി വരുന്നുള്ളൂ. ഇതിനകത്ത് 3500. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു 6000 mAh കൂടുതൽ ബാറ്ററിയാണ് രണ്ടും കൂടെ ചേർത്ത് കിട്ടുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇത് മോഡ് ഫ്രീ ആയി തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ 2 ദിവസം എങ്ങനെയാണെങ്കിലും ഈസിയായി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ Z2 Forceൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും. ഈ ഫോണിന് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 34,999 ആണ് പ്രൈസിങ്. അതായത് 35,000 രൂപയാണ് പ്രൈസിങ്. ഷാറ്റർ പ്രൂഫ് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അൺബോക്സിങ് വീഡിയോസും കൂടുതൽ റിവ്യൂസുമായി നമ്മൾ വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.